ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നോമ്പ് ദിവസത്തെ ചിന്ത വിനയത്തിൻ്റെ നോമ്പ് എന്നതാണ്. വിശുദ്ധ ബൈബിളിലുടനീളം വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ വിനയം ആഴമേറിയ വശങ്ങളിലൊന്നാണ്. ദൈവപുത്രനായിരുന്നിട്ടും ദിവ്യ അധികാരമുണ്ടായിരുന്നിട്ടും മറ്റുള്ളവരെ സേവിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്തുകൊണ്ട് വിനയത്തോടെയുള്ള ഒരു ജീവിതം നയിക്കാൻ യേശു തിരഞ്ഞെടുത്തു. ഫിലിപ്പിയർ 2 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ, സ്വഭാവത്തിൽ ദൈവമായിരിക്കെ ദൈവവുമായുള്ള സമത്വം സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കേണ്ട ഒന്നായി യേശു കണക്കാക്കിയില്ല. മറിച്ച് ഒരു ദാസന്റെ സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് അവൻ തന്നെ ഒന്നുമല്ലാതാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയം എടുത്തു കാണിക്കുന്നു. ദരിദ്രരുമായി സഹവസിച്ചും രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടും പാപികളോട് ക്ഷമിച്ചുകൊണ്ടും യേശു തന്റെ എളിമ പ്രകടമാക്കി. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 13 14-15 വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ വിനയത്തിൻ്റെ മറ്റൊരു തലം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. ഇത് സാധാരണയായി ഏറ്റവും താഴ്ന്ന ദാസന്മാർക്കായി നീക്കിവച്ചിരുന്ന ഒരു ദൗത്യമാണ്. മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ യഥാർത്ഥ മഹത്വമാണ് ലഭിക്കുന്നത് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി വലിയ കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ അവൻ തീരുമാനിച്ചു. ക്രൂശീകരണ വേളയിൽ തൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും തന്നെ ക്രൂശിച്ചവരോട് അവൻ ക്ഷമയും അതുല്യമായ സ്നേഹവും പ്രകടിപ്പിച്ചു. ഒരു മനുഷ്യന്റെ യഥാർത്ഥ മഹത്വം അധികാരത്തിലോ സ്ഥാനത്തിലോ അല്ല, മറിച്ച് മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സേവിക്കുന്നതിലാണെന്ന് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. തൻ്റെ ജീവൻ നമുക്കായി സമർപ്പിച്ചപ്പോൾ അവൻ്റെ ത്യാഗം വിനയത്തിൻ്റെ ആത്യന്തിക പ്രവൃത്തിയായിരുന്നു. തൻ്റെ വിനയത്തിലാണ് യഥാർത്ഥ ശക്തി വരുന്നതെന്നും മഹത്വത്തിലേക്കുള്ള പാത സ്നേഹം, സേവനം, ത്യാഗം എന്നിവയാണെന്ന് അവൻ നമ്മെ വീണ്ടും പഠിപ്പിക്കുന്നു. ലോകപ്രശസ്തയായ മദർ തെരേസയുടെ ജീവിതം വിനയത്തിൻ്റെ ശക്തമായ ഒരു സാക്ഷിയായിരുന്നു. പ്രശംസയ്ക്കോ അംഗീകാരത്തിനോ വേണ്ടിയിട്ടല്ല, മറിച്ച് ആഴമേറിയ അനുകമ്പയും സ്നേഹവും കൊണ്ടാണ് അവർ കൽക്കത്തയിലെ തെരുവുകളിലെ ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരെ സേവിക്കാൻ സ്വയം സമർപ്പിച്ചതെന്ന് നമുക്കറിയാം. പ്രിയരെ, ഈ നോമ്പ് കാലത്ത് നമുക്ക് തീരുമാനിക്കാം മറ്റുള്ളവരെ സേവിക്കാനും സ്നേഹിക്കാനും വിനയത്തോടെ ജീവിക്കാനും. അതെ, യേശു നമ്മെ വിളിക്കുന്നു. മഹത്വത്തിൻ്റെ പാത പിന്തുടരാൻ നമുക്ക് സ്നേഹത്തോടെ ഒരുമിച്ച് സഞ്ചരിക്കാം. പുതിയ മാറ്റത്തിനായി, പുതിയ തീരുമാനങ്ങൾക്കായി ദൈവം നാം ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.